നമസ്കാരം. 2020 ഡിസംബർ 31 ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വർഷാന്ത്യം അതിൻ്റെ അവസാനത്തെ ദിവസം. അതേസമയം മറ്റു പല മേഖലകളിലും 2021 തുടങ്ങുന്ന ദിവസം ആ സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ യുഎയിലും ഒമാനിലും ഉച്ചതിരിഞ്ഞ് 3 മണിയാകുമ്പോൾ, നാട്ടിൽ വൈകുന്നേരം 4:30 അങ്ങകലെ സൗത്ത് പസഫിക് സമുദ്രമേഖലയിലെ ചില ദ്വീപുകളിൽ രാത്രി 12 ക്രമത്തിലുള്ള സമയക്രമമാണ് ഷെഡ്യൂളായി നമ്മുടെ മുന്നിലുള്ളത്. ആദ്യമായി ടോങ്ക എന്ന് പറയുന്ന ഒരു ഐലൻഡ് പ്രദേശത്താണ് സൂര്യകിരണങ്ങളെ കാണുന്നതും രാത്രി 12 ആകുന്നതും. അത് ഇന്ത്യൻ സമയം 4:30 തന്നെ അവിടെ രാത്രി 12 ന്യൂ ഇയറായി 2021 ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ചുരുക്കി പറയാം. അതുപോലെ ബേക്കറുണ്ട്, അമേരിക്കൻ ഐലൻഡുകൾ ചിലത് എന്ന് പറയുന്ന ആ പേരാണ് അങ്ങനെ. അമേരിക്കൻ മേഖലയിലല്ല, അത് അപ്പുറവും ഇപ്പുറവുമാണ്. അമേരിക്കൻ സമോവ ഐലൻഡ് എന്ന് പറയുന്ന സൗത്ത് പസഫിക്കിന്റെ മേഖലയാണ്, അമേരിക്കയുമായിട്ട് അടുത്തേയല്ല. ഈ മേഖലയെല്ലാം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഹൗലാൻഡ് എന്ന് പറയുന്ന സ്ഥലം. ഇതെല്ലാം ഇന്ത്യൻ സമയം 4:30 വൈകുന്നേരം. ആ സമയത്താണ് രാത്രി 12 ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലാകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പതുക്കെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, സിഡ്നി ഇങ്ങനെയൊക്കെയായി ന്യൂ ഇയർ കണ്ട് ഇന്ത്യയിൽ വരുന്നു. പിന്നീട് യുഎയിലും ഒമാനിലുമൊക്കെ എത്തുന്നു. അത് കഴിഞ്ഞ് സൗദിയിലേക്ക്, ബഹ്റിനിലേക്ക് അങ്ങനെ പോകുന്നു. പിന്നെ യൂറോപ്പിലേക്ക്, പിന്നെ അമേരിക്കയിലേക്ക് കടന്നു പോകുന്ന വിധത്തിലായി പുതിയ വർഷം വരുന്നതിൻ്റെ ആ ഒരു ദശയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് 2020 ഒരുപാട് ഇല്ലായ്മകൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ ക്ഷീണിതരാകുന്ന വിധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ഒരു വൈറസ് വന്ന് ലോകം മുഴുവനും കീഴടക്കി, 83.5 മില്യൺ ആളുകളെ കീഴടക്കി. എന്നിട്ടും നമ്മളിതാ ഒരുപാട് പ്രതീക്ഷകളുമായി പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഡിസംബർ 31 വരെ ആയിരുന്നു ഒമാനിലെ പൊതുമാപ്പിന്റെ കാലാവധി. അതിന്ന് അവസാനിച്ചു. ഏതാണ്ട് 45 ദിവസം 45,000-ലധികം ആളുകൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നു. ഇന്ത്യക്കാർ വളരെ കുറവാണ്, 3,000-ലധികം പേർ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് കണക്ക്. 148 കേസുകളാണ് ഇന്ന് ഒമാനിൽ. 2 പേർ മരിക്കുകയും ചെയ്തു. മരണസംഖ്യ 1,500 എന്ന രൂപത്തിൽ നിൽക്കുന്നു. 1,499. 276 പേർ രോഗമോചനം പ്രാപിച്ചു. ഇപ്പോൾ 5,500ഓളം ആളുകൾ ആക്റ്റീവായി കഴിയുന്നു. അതിൽ 34 പേർ മാത്രമാണ് ക്രിട്ടിക്കലായ സാഹചര്യത്തെ നേരിടുന്നത്. ജനുവരി 31 വരെ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ പറയുന്നു, വിദേശ വിമാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിമാനങ്ങളോ സജീവമായ സാധാരണ ഷെഡ്യൂളുമായി പോകരുത്. ജനുവരി 31 വരെ ആ നിരോധനം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ്. അതേസമയം വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോഴത്തെ എയർ ബബിൾ അഗ്രിമെന്റ് അനുസരിച്ചുള്ള ഫ്ലൈറ്റുകൾക്ക് വരാം, പോകാം. UK-യുമായിട്ടുള്ള ഫ്ലൈറ്റ് ഇടപാടുകൾ ജനുവരി 7 വരെ നിരോധിച്ചിട്ടുണ്ട് പുതിയ വൈറസിന്റെ സാഹചര്യത്തിൽ. ഒമാനിൽ കഴിഞ്ഞ 4 ദിവസമായി നടക്കുന്ന വാക്സിൻ, അതിൽ 5,000-ലധികം പേർക്ക് വാക്സിൻ കൊടുത്തു. ഇനി 21 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും കൊടുക്കും. 16 പ്രവാസികൾ ഒമാനിൽ ജയിലിലായി. മാത്രമല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ നാട് കടത്തുകയും ചെയ്യും. കാര്യം ഇതാണ്, നിയമങ്ങളെല്ലാം ലംഘിച്ച് ഒത്തുകൂടുകയും ചൂതാട്ടത്തിലേക്ക് അവർ പോവുകയും ചെയ്തു. സുപ്രീം കൗൺസിലിന്റെ എല്ലാ നിർദ്ദേശങ്ങളും മറികടന്നാണ് ഈ പ്രവാസികൾ ഇങ്ങനെ പെരുമാറിയത്. 500 ഒമാനി റിയാൽ വെച്ചിട്ട് പിഴ, പിന്നീട് 6 മാസം ജയിൽ, അത് കഴിഞ്ഞ് നാട് കടത്തുന്നു എന്നാണ് പറയുന്നത്. അനധികൃതമായ ഒരു വീട്ടിൽ ചൂതാട്ട കേന്ദ്രം നടത്തി എന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രാഥമിക കുറ്റം. ഇന്ധനവില ഡിസംബറിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും ജനുവരിയിലും എന്ന അറിയിപ്പ് ഒമാനിൽ വന്നിട്ടുണ്ട്. M91 പെട്രോളിന് 180 പൈസയാണ് ഒരു ലിറ്ററിന്. M95-ന് 195 ഡീസലിന് 209. സൗദിയിൽ 9 പേർ മരിച്ചു. UAE-യിൽ 4 പേർ, കുവൈറ്റിൽ 1. ഒമാനിൽ 2 പേർ നേരത്തെ പറഞ്ഞല്ലോ. ഖത്തറിൽ മരണമില്ല. ബഹ്റിന്റെ കണക്ക് വന്നിട്ടില്ല. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു നൂറ്റാണ്ട് മുഴുവൻ കണ്ട ബ്രാൻഡ് എന്ന കീർത്തി കേട്ട പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. എല്ലാ ഇടപാടുകാർക്കും അഭ്യുദയകാംക്ഷികൾക്കും പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ചിന്റെ ഭാഗത്തുനിന്ന് മാനേജ്മെന്റ് ഒമാൻ മലയാളത്തിന് അയച്ച പ്രത്യേക സന്ദേശത്തിലൂടെ
എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. 2021 ഒത്തിരി പേർക്ക് കൂടുതലായിട്ട് കാശ് ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പുരുഷോത്തം ഗാന്ധി എക്സ്ചേഞ്ചിന് വേണ്ടി ഒമാൻ മലയാളവും ആശംസിക്കുന്നു. അത്തരത്തിൽ അൽനമാനി കാർഗോയും ആശംസ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് നാട്ടിലേക്ക് എപ്പോഴും പോകാൻ പറ്റാത്ത പ്രവാസിക്ക് അത്യാവശ്യ സാധനങ്ങൾ വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന നിരവധി സംവിധാനങ്ങൾ, ഓപ്ഷൻസ് അൽനമാനി കാർഗോയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അൽനമാനി കാർഗോ എല്ലാവർക്കും ഒരു നല്ല നാട്ടിലേക്കുള്ള സാധനങ്ങൾ അയക്കുന്ന കാര്യത്തിലാവട്ടെ, അല്ലാത്ത ജീവിതത്തിലാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് പുതുവത്സരദിന സന്ദേശത്തിലൂടെ അൽനമാനി കാർഗോ അറിയിച്ചിരിക്കുന്നത്. ഒമാൻ മലയാളത്തിൻ്റെ ഒപ്പം ഒമാൻ മലയാളികൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ആശംസകൾ ഞങ്ങൾ നേരുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകളോടെ ഒമാൻ മലയാളത്തിൻ്റെ ഡിസംബർ 31 ഈ സ്പെഷ്യൽ അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി.